ഗുഡ് മോർണിംഗ്. അപ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ഫസ്റ്റ് ചെക്ക് നമ്മൾ കഴിഞ്ഞു. നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹം, ആനന്ദം, ദയ, ക്ഷമ ഇതൊക്കെ ഉണ്ടോയെന്ന് ഗലാത്യർ 5:22 മുതൽ വായിച്ചാൽ മതി. അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അടുത്തത് യോഹന്നാൻ 16:13. സത്യാത്മാവ്, അതായത് പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് ആൻഡ് വിസ്ഡം. പരിശുദ്ധാത്മ നമുക്ക് തന്നിരിക്കുന്ന നമ്മളെ ഗൈഡ് സകല സത്യത്തിൽ വഴിയെടുത്തുന്ന പറയും. അതാണ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്ന് പറഞ്ഞാൽ, ഒന്ന്, കർത്താവിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ബോധ്യം തരും. ബൈബിൾ വായിക്കാനായിട്ട് നമുക്ക് വലിയൊരു ദാഹം തരും. ബൈബിൾ വായിച്ചുകൊണ്ട് മാത്രമല്ല, ബൈബിളിലുള്ള സത്യങ്ങൾ, കർത്താവിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട ഒത്തിരി മിസ്റ്ററീസ് ഉണ്ട്, റെവലേഷൻസ് ഉണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഒന്ന് വായിച്ചു നോക്കി നമുക്ക് റെവലേഷൻസ് കിട്ടാറുണ്ട്. അപ്പോൾ ബൈബിൾ വായിക്കാൻ തന്നെ നമുക്കൊരാഗ്രഹം തരുന്നത് പരിശുദ്ധാത്മാവ്. അപ്പോൾ ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ഇന്ന് ഒരേ ഭാഗം വായിച്ച് നമുക്ക് ഇഷ്ടമുള്ള 91 സങ്കീർത്തനമോ അതുപോലെ ഏതെങ്കിലും ഭാഗം വായിച്ചിട്ട് പോവുകയാണെങ്കിലോ നമുക്ക് പറയാൻ പറ്റില്ല പരിശുദ്ധാത്മാവ് ഇൻസ്പയർ ചെയ്തിട്ട് നമ്മൾ വായിക്കുക. അത് നമ്മൾ ഒരു കുറ്റബോധം മാറാനായിട്ടും നമുക്ക് അല്ലെങ്കിൽ മനസ്സാക്ഷി കുറ്റം മാറാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മിനിമം കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുക. അതുകൊണ്ട് കാര്യമില്ല. ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വചനം വായിക്കാൻ ഭയങ്കര ദാഹം വരും, ഭയങ്കര വിശപ്പ് വരും വചനത്തോടുള്ള. കാരണം ഇത് നമ്മുടെ ഭക്ഷണമാണ്, അകത്തെ മനുഷ്യൻ്റെ ഭക്ഷണമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലോട്ട് വഴി നടത്തും. കർത്താവ് ആരാണെന്നും, കർത്താവിൻ്റെ പെർഫെക്റ്റ് വില്ല് നമ്മളെക്കുറിച്ചുള്ള എന്താണെന്നും, എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കേണ്ടതെന്നും, എങ്ങനെയാണ് കർത്താവിനെ അനുസരിക്കേണ്ടതെന്നും, എങ്ങനെയാണ് ഒരു ദൈവത്തിൽ ജീവിക്കേണ്ടത്, ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്നും, എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നതെന്നും, ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ പറ്റുന്നത്. മറ്റേ നമ്മുടെ സ്വന്തം ബുദ്ധി കുറേ കാര്യങ്ങൾ ചെയ്ത് നമ്മളവർക്ക് കർത്താവിന് ഇതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് റോമാലേഖനം പറയുന്നത് പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുന്ന ഏവർ മാത്രമേ ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. ഒന്ന്, ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് മുഴുവൻ, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് അറിയേണ്ടത് മുഴുവൻ നമുക്ക് വെളിപ്പെടുത്തി തരും. രണ്ട്, നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും. അതും വലിയ കാര്യം. കാരണം നമുക്ക് വെളിച്ചം ലഭിക്കണം. നമ്മൾ അന്ധകാരത്തിലായിരിക്കും. നമ്മളോർക്കും നമ്മളെല്ലാം തികഞ്ഞവരല്ല, നമുക്കിനി ഒരു കുഴപ്പമില്ല, ഞാൻ ഒരു നല്ല ക്രിസ്ത്യനാണ്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഒരു മിഥ്യാബോധത്തിൽ. അതാ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ഒരു സഭയോട് പറയുന്നുണ്ട്, നീ പറയുന്നത് നീ സമ്പന്നനാണ്, നിനക്കൊന്നിനും കുറവില്ല എന്ന് പറയുന്നു. എന്നാൽ ഞാൻ പറയുന്നു നീ ദരിദ്രനാണ്, അരിഷ്ടനാണ്, അന്ധനാണ്, നഗ്നനാണ്. അപ്പോൾ കർത്താവ് കാണുന്നതും നമ്മൾ കാണുന്നതും രണ്ട് പേഴ്സ്പെക്റ്റീവിലാണ് കേട്ടോ. അത് പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് നമ്മളെ കാണുന്ന പോലെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വയം തൃപ്തിയിൽ നിൽക്കും. അത് വളരെ ശ്രദ്ധിക്കണം. ഞാനിവിടെ നിൽക്കുന്നു, എൻ്റെ യഥാർത്ഥമായ ആത്മീയ അവസ്ഥ എന്താ, ഞാൻ ഒരിക്കൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. അന്നേരം എനിക്കിത് ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ സമയമില്ല, പിന്നൊരു മാറ്റം ഉണ്ടാകത്തില്ല. അതേസമയം അത് ഇപ്പോഴേ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഞാൻ നിൽക്കുന്നത് ശരിയായ ഗ്രൗണ്ടിലല്ല എന്ന് തിരിച്ചറിയാമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കാരണം നമ്മുടെ എറ്റേണിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ, ഇറ്റേണിറ്റി എന്ന് പറയുന്നത് കുറച്ച് വർഷത്തേക്കുള്ളതല്ല, നമ്മുടെ ഏറ്റവും വലിയ ഇനിയും കർത്താവിലൂടെ വസിക്കാനുള്ളതാണ്, കോടാനുകൂടി വർഷം. അപ്പം അതിലേക്ക് ആവശ്യമായ ഡെപ്പോസിറ്റ് നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ എല്ലാം സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ലജ്ജിക്കേണ്ടി വരും. അതുണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ യോഹന്നാൻ 16:13 എന്ന് പറഞ്ഞാൽ, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ സകല സത്യത്തിൽ വഴി നടത്തും. അവൻ സ്വമേധയെ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് സ്വന്തമായിട്ടൊന്നും പറയത്തില്ല. പിന്നാരാ? പിതാവും യേശുവും പറയുന്നത് മാത്രം സംസാരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിതാവിനും യേശുവിനും പകരക്കാരനായിട്ടാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ആലോചന നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പിതാവായ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ കാര്യങ്ങളായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കും. അവൻ എനിക്കുള്ളിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. അവൻ എനിക്കുള്ളതിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളതിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ പിതാവിൽ നിന്ന് യേശുക്രിസ്തുവിന് ലഭിക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നു, പരിശുദ്ധാത്മ നമ്മളെ അറിയിക്കുന്നു. എന്താണ് പെർഫെക്റ്റ് വിൽ, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാനുള്ളത്, ദൈവരാജ്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ എന്താ നടക്കാൻ പോകുന്നത്,
നമ്മുടെ നിത്യജീവൻ എങ്ങനെയായിരിക്കും, നമ്മുടെ നിത്യത എങ്ങനെയായിരിക്കും. കർത്താവ് ഒരിക്കലും കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ നമുക്ക് തൻ്റെ ആത്മാവ് മുഖാന്തരം അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു നിശ്ചയം വേണം. വെറുതെ പലരും മരിച്ചാണെങ്കിൽ സ്വർഗത്തിൽ പോകുന്നുള്ളൊരു വിദ്യാധാരണയിലിരിക്കുക. അതിനുള്ള വക നമ്മളിലുണ്ടോ, കർത്താവ് വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ വരുന്നുണ്ടോ എന്നുള്ളത് ഈ ദിവസങ്ങളിൽ വളരെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, പരിശോധിക്കണം. ഇത് പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മൾ സ്നേഹവും ആനന്ദവും നമ്മളുണ്ടാവും. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, ആത്മനിയന്ത്രണം, ഇതെല്ലാം. പിന്നെ പറഞ്ഞ് സത്യാത്മാവ് വരുമ്പോൾ സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തും. ഒന്ന്, നമ്മളെക്കുറിച്ചുള്ള ആ ഒരു വെളിച്ചം കിട്ടും, നമ്മൾ യഥാർത്ഥത്തിൽ ഞാൻ ആര്. 2, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണിച്ചു തരും, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്, ദൈവത്തിൻ്റെ വിശുദ്ധി നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ നമ്മൾ പരിശോധിച്ച് നോക്കി. ഇതൊക്കെ അറിയാനുള്ള ആ ദാഹം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ, ഞാൻ ചെറുപ്പത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാണെന്ന് പറഞ്ഞിട്ട് എന്താ അതുകൊണ്ട് കാര്യം? അത് തിരിച്ചറിയണം. കർത്താവേ.